നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധം അത് BJP നേതൃത്വത്തെ അംഗീകരിക്കുന്ന പല നേതാക്കൾക്കും പിന്നീട് അവരുമായി സമരസപ്പെടാൻ കഴിയുന്നില്ല. ജഗദീപ് ധൻഖർ അങ്ങനെയാണ് ഔട്ടായത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും BR ഗവായും പലപ്പോഴും സുപ്രീം കോടതിയുടെ അന്തസ്സത്തയെ മാനിക്കാത്ത BJP നേതൃത്വത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും അവർക്ക് വെള്ളവും വളവുമായി നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ താങ്ങി നിർത്തുന്ന രാഷ്ട്രപതിയുടെ സംവിധാന നീക്കങ്ങളെ പോലും സുപ്രീം കോടതി പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് ചോദ്യം ചോദിക്കേണ്ടി വന്നത് ഗതികേടിൻ്റെ പുറത്താണ്. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു തെറ്റായ രീതിയിലുള്ള ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ഭരണഘടനയിൽ നിന്നും വ്യതിചലിക്കുകയാണ് എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ സഞ്ജീവ് ഖന്നയും അതുപോലെ BR ഗവായും പലതവണ രാഷ്ട്രപതിയെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സൂര്യകാന്തും അതേ വഴിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. സൂര്യകാന്തിൻ്റെ മുമ്പിൽ, ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന വ്യക്തിയുടെ മുമ്പിൽ നിലവിൽ വന്നിരിക്കുന്ന നിരവധിയായ ഹർജികൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. അതിലേറെയും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സെൻസസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി വന്നിരിക്കുന്നു. ഡീലിമിറ്റേഷൻ പ്രോസസ്സിലൂടെ മണ്ഡല പുനർനിർണയം വരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി വരുന്നു. ഡേറ്റ ചോർച്ചയെ പറ്റി വരുന്നു. വോട്ട് ചോരിയെപ്പറ്റി ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളിലെ തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് പറയുന്ന വിഷയം വരുന്നു. ഗവർണർമാർ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന നീക്കങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും നിരവധിയാണ്. ഇതെല്ലാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ വരുമ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വിഷയങ്ങളായി വന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഈ രാജ്യത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റൂ. വിധി പുറപ്പെടുവിക്കാനോ അതിനെതിരെയുള്ള ഒരു വേർഡിക്റ്റിന് വേണ്ടി ശക്തമായി വാദിക്കാനോ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയും പ്രതിപക്ഷത്തിന് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും മാത്രമായിരുന്ന ഒരു അധികാരം, അതായത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിലെ അധികാരം പോലും അതിൽ വളരെയധികം ലംഘനങ്ങൾ നടത്തി കീഴ്വഴക്കങ്ങളെ തെറ്റിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഭരണഘടനാ ലംഘനത്തെക്കുറിച്ച് ചീഫ് ജസ്റ്റിസായിരിക്കുന്ന ജസ്റ്റിസ് സൂര്യകാന്തിന് കൃത്യമായി പറയണമെന്നുണ്ട്. സൂര്യകാന്ത് എന്ന ജസ്റ്റിസിന് അറിയാം നേരത്തെ മുൻഗാമികളായ ചീഫ് ജസ്റ്റിസുമാർ എന്തുമാത്രം പ്രഷറാണ്, മാനസിക സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്തികളെക്കുറിച്ച്, തെറ്റായ നടപടികളെ ചൂണ്ടിക്കാണിക്കുന്നതിന് അവർക്കുണ്ടായ ഭവിഷ്യത്ത് എന്നുള്ളത്. യശ്വന്ത് വർമ്മയെ പോലെ കറപ്റ്റഡായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടുന്നത് BJPയുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഏതൊരു വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിക്ക് ഭീഷണി മാത്രമാണ് ഒടുവിൽ ലഭിക്കുക എന്നുള്ളത് ഉപരാഷ്ട്രപതിയുടെ അവസ്ഥയിൽ നിന്ന് തന്നെ ചീഫ് ജസ്റ്റിസ് പാഠം ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് പല കാര്യങ്ങളിലും വളരെ നിഗൂഢമായ ശ്രമങ്ങൾ വെച്ച് പുലർത്തുന്നത്. മാധ്യമങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ ചീഫ് ജസ്റ്റിസിനെ പരസ്യമായി പഴിപറയുന്ന രംഗങ്ങൾ നമ്മൾ പഹൽഗാം ഭീകരാക്രമണ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മെല്ലെ മെല്ലെ കേന്ദ്ര സർക്കാർ നയങ്ങളെ എതിരിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ.